ഇന്ന് നമുക്ക് ഈ തക്കാളി കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ചമ്മന്തി അല്ലെങ്കിൽ ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള ഒരു ചമ്മന്തിയാണ്. ചോറ് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കി രാത്രി ഒരു കറിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല നാടൻ തക്കാളി, ഇതുപോലെ നാടൻ തക്കാളി കിട്ടുമെങ്കിൽ നാടൻ തക്കാളി അതുകൊണ്ട് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഒരു 5-10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചമ്മന്തി തയ്യാറായി കിട്ടുന്നതാണ്. ഇതിന് ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ് വേണ്ടത്. ഉണക്കമുളക്, തക്കാളി, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇത്രയും സാധനമാണ് ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ നമ്മുടെ ഈ ഉണക്കമുളക് ഇട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വരണം. കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ, കുറച്ച് ഡാർക്ക് ആയാലും കുഴപ്പമില്ല. കാരണം വെളുത്തിരുന്ന് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഉണക്കമുളകിൻ്റെ പച്ചപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചമ്മന്തിക്ക് ടേസ്റ്റ് കുറയും. അതാണ് ഇതുപോലെ തന്നെ നമുക്ക് നാരങ്ങ, ഉപ്പിലിട്ട നാരങ്ങ കൊണ്ടും ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടും ഒക്കെ ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിലിട്ട നാരങ്ങ, നെല്ലിക്കയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ ചിലർ പറയാറുണ്ട്, അതുപോലെയാണ്. പക്ഷേ ഉള്ളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഉള്ളി വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 10 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. 5 തക്കാളിക്ക് 10 ഉണക്കമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത് സ്പീഡ് കൂട്ടി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് റോസ്റ്റായി അത് കിട്ടുന്നുണ്ട്. കുറച്ച് ഡാർക്ക് കളറായിരിക്കും. ഞങ്ങളിപ്പോൾ കരിഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകേണ്ടതാണ്. അപ്പോൾ ചട്ടി ചൂടാക്കി ഉണക്കമുളക് ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞേക്കണം. ആ എണ്ണയിൽ തന്നെ തക്കാളി ഇടുക. തക്കാളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ തക്കാളി വാട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പെട്ടെന്ന് വാടിക്കിട്ടുന്നതാണ്. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ, റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ഒന്ന് വെന്ത് വരണം. ഒന്ന് കുറച്ച് വേണമെങ്കിൽ ഈ തക്കാളി നമുക്ക് ഒരു വെള്ളത്തിലിട്ട് വേവിച്ച് വേണമെങ്കിലും എടുക്കാം. കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതാണ്. തക്കാളി ഇപ്പോൾ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റായി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ആറാൻ വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. സമയത്ത് നമുക്ക് ഈ ഉണക്കമുളകിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പാണ് ഇതിനിടേണ്ടത്. ഉപ്പ് ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ മറ്റേ ചതയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ചെയ്യാം. ശരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് ബലത്തിൽ അതായത് നല്ല ബലത്തിൽ ഞങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ ആ ഉള്ള കുരുക്കൾ വരെ ചെറിയ 2 ഉടഞ്ഞു പോകണം. അതാണ് നന്നായിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുന്ന എണ്ണയിൽ ആ മുളക് ശരിക്കും പൊടിയാൻ വേണ്ടിയാണ്. അപ്പോൾ മുളക്, അതായത് ചതച്ച മുളക് പോലെ, ഇപ്പം മിക്സിയിലിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഇത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ്, കാരണം കൂടുതൽ പൊടിഞ്ഞു പോകും. കൂടുതൽ പൊടിഞ്ഞു പോകാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലും ഇട്ട് എടുക്കാവുന്നതാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മിയാണ് ചെയ്യാറ്.
അത് ഇതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായി ആറിയിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി നമുക്ക് ഇതിലോട്ട് ഇടാം. നന്നായി ആറണം, അല്ലെങ്കിൽ അത് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തക്കാളി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി പകുതി വാടിയിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായി ഞെരടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കൈ വെച്ച് കഴുകാം. അപ്പോൾ ദേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം കുഴച്ച് കഴിക്കാനാണെങ്കിൽ കൂടുതൽ വെള്ളം ഇടാവുന്നതാണ്. അപ്പോൾ അധികം വെള്ളം ഇടാത്ത തന്നെയാണ് ടേസ്റ്റിന്. നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഉപ്പിലിട്ട നാരങ്ങ കൊണ്ടും നെല്ലിക്ക കൊണ്ടും ഒക്കെ ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. ഈ തക്കാളി ചമ്മന്തിക്ക് അതേപോലെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറാണ്. അപ്പോൾ ഞാൻ കാണിച്ചാൽ ചോറിൻ്റെ കൂടെയാണ് ഈ തക്കാളി ചമ്മന്തി കൂടുതലായിട്ട്. അതായത് ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല ചിലവർക്ക്. കണ്ടോ, നല്ല രീതി കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ തക്കാളി ചമ്മന്തി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.